മോളെ കുക്കി, നീ ഇങ്ങനെ കരയാതെ ഇത് കഴിക്കാൻ നോക്ക്. അതേ മോളെ, ഇങ്ങനെ കരയാതിരിക്കേ. അത് കഴിഞ്ഞതല്ലേ. എനിക്കൊന്നും വേണ്ടെന്നിട്ട. അതുകൊണ്ടാ എനിക്കൊന്നും വേണ്ടമ്മ. ഞാൻ കുറച്ചൊരു ഒറ്റയ്ക്കിരിക്കട്ടെ. എടാ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? പോട്ടെ, നീ കഴിക്കണ്ടെന്നാ. അതെ കുക്കി, നീ അത് കളയാൻ നോക്ക്. എന്തായാലും അവന് വേണ്ടടുത്ത് അത്രയും ഏട്ടം കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ ഇപ്പോഴൊന്നും എനിക്ക് നടക്കില്ല. അല്ല ചേച്ചി? അതേടി, നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കും. നീ എന്തായാലും ഇങ്ങനെ വിഷം തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഈ അടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ അപ്പം എല്ലാം ശരിയാവും. അതെ, എൻ്റെ പൊന്നുമോളല്ലേ, ഇതൊന്ന് കഴിക്കടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സങ്കടം. ഒന്ന് കഴിക്കേണ്ട പൊന്നുമോളല്ലേടാ. എനിക്ക് വിശക്കുന്നില്ല ആൻറ്റി. വിശക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം. അതുകൊണ്ട് ശരി, എന്നാ നീ വിശക്കുമ്പോൾ കഴിച്ചാൽ മതി. നീ കരയാതിരിക്കേ. അമ്മ. അജുവോ? നീയോ? കേറുവാടാ. നീ എപ്പോഴാടാ വന്നേ? അവനോ? മാക്രിയോടെ കാണാനില്ലല്ലോ. മാക്രി ഒരു സ്ഥലം വരെ പോയേക്കാ. ഞാനിപ്പോ ഒന്നേ ഉള്ളു. നാനു, നീ ഒന്ന് എൻ്റെ കൂടെ വരുമോ? നീ കുറച്ച് ബുക്സൊക്കെ ഒന്ന് ഷെൽഫിൽ വെക്കാനുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പോയാലോ? അതെ, നമുക്കൊന്നാലും പോവാം. അമ്മ ഒന്ന് വാ, പോവാം. ശരി, പോവാം. മോളെ കുക്കി. കുക്കി കുക്കി കരയാതിരിക്കും കുക്കി. ഒന്നുമില്ല. നീ ഇങ്ങനെ കരയില്ലേ പ്ലീസ്. എന്നോട് ക്ഷമിക്കും മോളെ. ഏട്ടൻ്റെ കുട്ടി ക്ഷമിക്കും. എന്താ നീ അങ്ങനൊന്നും പറയാതിരിക്കും. ഇത് എല്ലാം എൻ്റെ തെറ്റുണ്ടോ? ക്ഷമിക്ക്. നീ ഇങ്ങനെ പറയല്ലേ. അങ്ങനെയൊന്നുമില്ല. പോട്ടെ. എന്നാലും നീ ആള് കൊള്ളാവല്ലാടി. ഓടി ഉടനെ ഒന്ന് വന്നേക്കു കരഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു നീ അവൻ്റെ മൂക്കെങ്കിലും ഇടിച്ച് പറ്റിക്കുമെന്നോ. നിനക്ക് എൻ്റെ അടുത്ത് കിടന്ന് കുസ്തി ഓടിക്കുക അത്രയൊന്നും അല്ലല്ലോ. അയ്യടാ, അതിൻ്റെ ധൈര്യമൊക്കെ എവിടെ പോയിടി? ചോർന്നു പോയോ? അയ്യടി മോളെ. നീ ഇവിടെ വന്ന് എന്നെ ആശ്വസിപ്പിക്കാനാണോ അതോ എന്റെ കഴിവിനെ കുറവിനെ കുത്തി കാണിക്കാനാണോ? അപ്പൊ നിന്റെ ഭാര്യ നാക്കൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് നിനക്ക് നാക്ക് കാണിക്കാൻ അറിയാം. ഈയടാ, അവള് നാക്കിറക്കും അങ്ങോട്ട്. ചിരിച്ച്. എൻ്റെ അമ്മയെ ചിരിച്ചല്ലോ. എനിക്കിപ്പോഴാ സമാധാനമായത്. എന്തായാലും ഞാൻ ഇല്ലെങ്കിലും രക്ഷകനൊക്കെ ആയിട്ട് ആളുണ്ടായിരുന്നല്ലോ. സാറുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നുണ്ടാവും. പിന്നെ ലവനുള്ളതും അവ ഇപ്പം എണ്ണത്തിരിയുടെ കിടക്കുക. പക്ഷേ ഞാൻ അവനുള്ളത് കൊടുത്തോളാം വൈകാതെ. എടാ അത് വേണ്ട, ഇനി ഒരു പ്രശ്നത്തിന് പോകണ്ട. അതവിടെ കഴിഞ്ഞതാണ്. പിന്നെ അവന് വേണ്ടോളം തന്നെ ദേവേട്ടൻ കൊടുത്തിട്ടുണ്ട്. എന്തെന്ന്? ഏതേട്ടനെന്ന്? അത് പിന്നെ ഏത് പിന്നെ? എന്താടി നിനക്കൊരു ചാഞ്ചാട്ടം? എന്താടി ദേവേട്ടൻ എന്നൊക്കെ? എന്താ എനിക്ക് വിളിച്ചൂടെ ദേവേട്ടാന്ന്? ഇവിടെ എല്ലാരും ദേവേട്ടനാണല്ലോ വിളിക്കുന്നത്. ആരെയാനും എല്ലാരും. പിന്നെന്താ ഞാനും കൂടെ വിളിച്ച? അതുകൊണ്ടാ വിളിച്ച. അപ്പൊ അതുകൊണ്ടാണ് എന്റെ പുന്നാര മോള് അവനെ ദേവേട്ടാന്ന് വിളിച്ചത്. മോളെ കുക്കി. എന്താ ചേട്ടാ? എന്താടി നിർത്തടി നിന്റെ അഭിനയം. ഞങ്ങളാരും ഒന്നും അറിയില്ലെന്ന് വിചാരിക്കല്ലേ. കണ്ണടച്ച് പാല് കുടിച്ചാ ഞാൻ അറിയൂലെന്നും കരുതണ്ട. കണ്ണടച്ച് പാല്? നിനക്ക് എന്താ? ഞാൻ ഒന്നും അറിയില്ലെന്ന് വിചാരിക്കണ്ടടി. രണ്ടോരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും നോക്കും, കൈയും നോക്കും. ഞാൻ ഒന്നും അറിയില്ലെന്ന് വിചാരിക്കണ്ടും കൂടെ. അപ്പൊ ഉടനെ ഈ പ്രശ്നം കൂടെ ആയപ്പോ അവൻ വന്നങ്ങോട്ട് മറ്റേ രക്ഷകനെ പോലെ. ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന വിചാരം. പറഞ്ഞു തീർന്നില്ലല്ലോ. വരുമല്ലേ വാദ്യാര്? കേറ് വാ വാദ്യാരെ. ഡാ ഞാൻ ഇവിടെ ഉണ്ടടാ. കണ്ണൂര് തറ വീണു. എന്താ അജു? എന്താ ഒരു അർത്ഥം വെച്ച് സംസാരം? എന്തർത്ഥം വെച്ച്? എന്തോ എനിക്കൊരു വൈക്ലഭ്യം, അതുകൊണ്ട് പറഞ്ഞതാ. നിന്റെ വൈക്ലഭ്യമൊക്കെ എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. ഡയലോഗൊക്കെ നിർത്തിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ആ രണ്ട് കൈയും കാലും ഞാൻ അടിച്ചോടിച്ചു കിട്ടും. എൻഗേജ്മെന്റ് ആണ്, ഓർത്താ?
നിനക്ക് തന്നെ കൊള്ളാം. ഓ ഓ ഓ ഞാൻ ഓർത്തോളാമേ. എനിക്കാകെ 2 കൈയും കാലേ ഉള്ളേ. നിങ്ങൾക്ക് ഞാൻ പറയണ്ടല്ലോ. ഹാ എന്തായാലും ഞാൻ പോവാ. എന്തായാലും രണ്ടോരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും നോക്കി കളിക്ക്. കുക്കി ഞാൻ പോവാണേ. ഓ ഈ കാലം നശിപ്പിക്കവൻ. അയ്യോ ഇയാളിവിടെ നിൽക്കണല്ലോ. സാറ് ഇടിക്ക്. നീ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നേ? നീ ഒന്ന് കഴിച്ചില്ലെന്ന് താഴെ ഭയങ്കര ചർച്ച. എന്താ കഴിക്കാത്തെ? എനിക്ക് വിശക്കുന്നില്ലായിരുന്നു, അതാ ഞാൻ കഴിക്കാത്തെ. പിന്നെ അത്വിക, നിന്റെ കരച്ചിലൊക്കെ മാറിയോ? ഭയങ്കര കരച്ചിലായിരുന്നൊക്കെ ഞാൻ അറിഞ്ഞു. കരച്ചിലൊക്കെ മാറിയോ തൻ്റെ? ഡോ അദ്വിക, ഐം സോറി. താൻ ഇങ്ങനെ കരയാതിരിക്കുക. പിന്നെ അവൻ്റെ കാര്യം ഓർത്താണെങ്കിൽ ഡോണ്ട് വറി. ഇവിടെ ഈ തറവാട്ടി ഞങ്ങളുള്ളിടത്തോളം കാലം ഒരാളും തന്നെ തൊടില്ല. അതുപോലെ എനിക്കിപ്പോൾ കുഴപ്പമില്ല. സാർ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. എന്താ ഒരു ദേ സാറ്? അതെന്താ ഒരു സാറിനിടയിൽ മുന്നേ ഒരു ദേ? ദേയോ? അത് പിന്നെ അത് ഞാൻ അറിയാണ്ട. ഇനി അറിയാണ്ട് വിളിക്കണ്ട. യു ക്യാൻ കോൾ മീ വാട്ട് എവർ യു വാണ്ട്. ഓക്കെ, യു ക്യാൻ കോൾ മീ ദേവേട്ട. എന്താടി ഉണ്ടക്കണി നോക്കുന്നേ? ആ കണ്ണൂര് തറ വീഴും. നിനക്ക് ഇഷ്ടമുള്ള എന്നെ വിളിക്കാം കേട്ടോ. എന്തായാലും താൻ റെസ്റ്റ് എടുക്ക്, ഉറങ്ങിക്കോ. ഞാൻ എന്തായാലും പോവാ. ഗുഡ് നൈറ്റ്. അത് പിന്നെ ദേവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് പിന്നെ എനിക്ക് ഒറ്റയ്ക്കാൻ പേടിയാ. പ്ലീസ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കാവോ? ഞാൻ ഉറങ്ങും വരെ. അത് ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. ദേവേട്ടൻ പൊക്കോളൂ. ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു. വേണ്ട, കിടന്നോ, ഞാൻ വരുന്നോളാം. ശരിക്കും കിടന്നോളാം തന്നെയാണോ പറഞ്ഞ? എന്താടി നിനക്ക് ചെവി കേട്ടൂടെ? കിഴക്കുന്നേ കയറി കിടന്ന് ഉറങ്ങാൻ നോക്കടി, അല്ലെങ്കിൽ അവൻ്റെ പാടിന് പോവും. കിടന്ന് ഉറങ്ങടി ഉണ്ടക്കണ്ണി. ശരി, കിടന്നു. അദ്വിക, അദ്വിക, why are you crying? എനിക്കറിയില്ല, എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്കെന്തോ പേടിയാവുക. ഏയ് ഡോണ്ട് വറി. തന്നോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഞാനുള്ളിടത്തോളം കാലം ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കില്ല. തനിക്കും. തനിക്കത് പോരെ? മതി, അത് മതി. എന്നാ ഉറങ്ങിക്കോ. ഇത്ര പെട്ടെന്ന് നേരം വിളിച്ചാ ഇതെന്തുവാ? തവളയോ പുറത്ത്? പോയില്ലായിരുന്നു. എന്റെ ദേവിയെ, അമ്മ വല്ല കണ്ടോണ്ട് വന്നിരുന്നെങ്കിൽ. ഓ നാണം കേട്ടെന്ന് ഞാൻ എത്ര പറഞ്ഞു. അയ്യോ, കിടക്കുന്ന കിടപ്പുണ്ടല്ലോ, ഒരു ചവിട്ട് കൊടുത്താലോ. ഓ ഇയാള്, ഒരു ചവിട്ട് തല നോക്കി കൊടുത്താലോ. ഓ ഇയാള്, ദൈവമേ. എന്തായാലും കാണാനൊക്കെ സുന്ദരം തന്നെ. ഇതൊക്കെ ഇത്രയും ലുക്ക് ഉണ്ടായിരുന്ന? ശേ, മുടിഞ്ഞ ലുക്ക് തന്നെ കേട്ടോ, ഉറങ്ങും പോലും. കൊള്ളാം. എന്നെ നോക്കി കഴിഞ്ഞു. സാർ, എനിക്ക് പോണം. പൊക്കോ സാറ്. നീ പതുക്കെ ശ്വാസം വിട്, പിള്ളേര് പേടിച്ചു പോവും. അത് സാർ, എനിക്ക് നീ പൊക്കോ. സാറിൻ്റെ മേലെ കൂടെ കിടക്കുന്നേ. ഓ
അങ്ങനെയാണല്ലേ. ഉം. ഉം. എന്തായാലും ഈ കണി എനിക്കിഷ്ടപ്പെട്ടു. ഏ? കണിയോ? ഈ കണിയും ഈ പ്ലേസും. പ്ലേസോ? എന്ത് പ്ലേസ്? എന്ത്? പോടി, പോയി കുളിക്കടി ഉണ്ടക്കണി. ഓ എൻ്റെ ദേവിയെ, ഓ എൻ്റെ ഹാർട്ട്. ഓ ഇയാളിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയേ? പ്ലേസും കണി. എൻ്റെ ദൈവം, അയ്യോ നാണം കിട്ടും ഞാൻ. ഇപ്പം ഞാൻ പറഞ്ഞതല്ല അയാൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഓ ഇതാരാ ഈ നേരത്തെ? ആ കേവളാ. ഹലോ ഹലോ, എന്താടി? ആ ആ ആ ഓക്കെ ഓക്കെ, നീ അവിടെ നിൽക്കി അവിടെ നിന്ന് സ്ട്രൈറ്റ് വന്നാൽ മതി. ആ ശരി ശരി. ഓ എന്നാലും പോയി കുളിക്കാം. ബില്ലെല്ലാം കൂടെ 27,325 രൂപ. അമ്മ എന്തു പറഞ്ഞു? വായിതേ, ഇത് വേറെ എന്തെങ്കിലും പറഞ്ഞു? വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. കുറച്ചാൾ ബെഡ് റെസ്റ്റ് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ചാൾ അവിടെ കിടക്കട്ടെ, അപ്പോൾ എല്ലാം ശരിയാവും മോനെ നിനക്ക്. കിടക്കട്ടെ എന്നമ്മ, എൻ്റെ ഉയിരാണ് പോണത് അറിയോ? ആ കാലമാണ് എൻ്റെ നട്ടത്. എനിക്ക് തിരിക്കാൻ പോയി, എനിക്കൊന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയാണ് അമ്മ, അത്രയ്ക്ക് വേദന. അതിനിപ്പോൾ എന്താ? അനുഭവിച്ചോ. ചേട്ടനോട് ആരോടെങ്കിലും പറഞ്ഞു ആ പെണ്ണെ കയറി പിടിക്കാൻ? ചേട്ടന് എത്ര കിട്ടിയാലും മതിയാവില്ല. അന്ന് എന്നെ അർണവ് എത്ര മാത്രം അടിച്ചതാ, എന്നിട്ട് മതിയാവില്ലല്ലോ ഏട്ടന്. നീ ഇവിടെ വന്നത് അവനെ പൊക്കി പറയാൻ എന്നെ താഴ്ത്തി കേട്ടാലോടി? ഇവിടെ മനുഷ്യൻ വേദന കൊണ്ട് പുളയുന്നു. അപ്പോഴാണ് അവളെ അർണവിൻ്റെ, നീ നോക്കിക്കോ, നിനക്ക് അവനെ കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവനെ കൊന്നു തള്ളിയന്. നിങ്ങൾ രണ്ടുപേരും നിർത്തൂ. രണ്ടുപേരും കൂടെ എനിക്ക് സമാധാനം. അതാരെങ്കിലും ഒന്ന് കൊല്ലണം, തിന്നണം. നിന്റെ അവസ്ഥ നിന്ന് നോക്ക് ഇതിനെ. കാലും കൈയും ഒക്കെ പോയിരിക്കുക. എന്നിട്ടും അവന് അമ്മ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക. എനിക്ക് വയ്യ എങ്ങനെ? മോളെ, എനിക്ക് മനസ്സിലാവും നിന്റെ സങ്കടം. ആ പണം ഞാൻ അടച്ചോളാം, നീ അത് മറന്നേക്ക്. മീനു, നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്, ചൊല്ല്. ആര് വീട്ടിലേക്ക് പോകാനാ? ഞാൻ എങ്ങ് പോകാനാ? അമ്മയോട് വരട്ടെ, എന്നിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. എനിക്ക് ഞാൻ വീട്ടിലേക്ക് പോയി നാണം കെടാൻ വയ്യ. ഏട്ടനും അമ്മയും കൂടെ ചേർത്ത് എന്നെ നാണം കെടുത്തിയില്ല വീട്ടിൽ. പിന്നെ എന്താ വേണ്ടേ? നിന്നെ എന്ത് നാണം കെടുത്തുന്നതാണ് മീനു? ഞങ്ങൾ അത് പറയാം. ഞങ്ങൾ എന്ത് നാണം കെടുത്തിയെന്ന നിനക്കുള്ള വഴി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആ കൊഴനെ കെട്ടിക്കും. നിനക്കത് പോരെ? പിന്നെന്താ? പിന്നെ ഒരുപാട് കെട്ടിക്കും. ഇങ്ങനെയല്ല നിങ്ങൾ അവിടെ പ്രവർത്തിച്ചത്. പിന്നെ ഇപ്പം തന്നെ അർണവ് എന്നെ പിടിച്ച് കെട്ടും. ഏട്ടന് ഒറ്റ ഒരു വാശി കൊണ്ടൊന്നും നടക്കാത്ത എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. നിന്റെ പ്ലാൻ അങ്ങോട്ട് ചെല്ല്. അവൻ പച്ചയെ കത്തിക്കും നിന്നെ. അതുകൊണ്ട് പൊന്നു മീനു, അമ്മയും മുത്തശ്ശിയും പറയുന്ന കേക്ക്. ആർണവും നിനക്കുള്ള തന്നെയാണ്. അല്ലാണ്ട് അവൻ എൻ്റെ അളിയനാക്കണമെന്ന് എനിക്ക് വലിയ മോഹമൊന്നുമില്ല. അവൻ എൻ്റെ അടുത്ത് കാണിച്ചതിൻ്റെ എണ്ണി പകരം ചോദിച്ചിരിക്കും. അത് അത്രേ ഉള്ളൂ. മുത്തശ്ശിക്ക് വരെ പ്ലാൻ ഉണ്ടോ? എൻ്റെ ഒരു പ്ലാനുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ അമ്മയും മക്കളും മോനോട് ഒരുമിച്ച് നിന്നേ പറ്റൂ. സമാധാനം അമ്മേ? ഞാൻ എല്ലാത്തിനും നിൽക്കാം. അമ്മയുടെ ഒരു മോൻ ഒരുത്തം കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. ഞാൻ എല്ലാത്തിനും നിൽക്കാം, എനിക്കൊരു കുഴപ്പമില്ല. അമ്മ എന്ത് പ്ലാനോ സ്വീകരിച്ചോ, അമ്മ പറഞ്ഞ പോലെ തന്നെ നിൽക്കാം. മീനു, നീയോ? നിനക്കെന്താ? ഞാനും നിൽക്കാം. പൈസ കിട്ടുന്ന കാര്യമല്ലേ, എന്നാൽ പിന്നെ ഞാനും നിൽക്കാം. ഇതിലെന്തെങ്കിലും പ്ലാൻ തെറ്റി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം പ്ലാൻ എൻ്റെ നടക്കും. അതത്രേ ഉള്ളൂ. ശരി, എന്നാൽ ഞാൻ പറയാം. എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും. ഞാൻ എല്ലാം വ്യക്തമായി പറയാം. ശരി എന്നാ. ഈ തേര് കയറിയപ്പോൾ തന്നെ എൻ്റെ നടു ഒടിഞ്ഞ്. കാലമാടത്തിന് എൻ്റെ കൈ കിട്ടിട്ട് ഏതെങ്കിലും പട്ടിക്കാടിൽ ലൊക്കേഷൻ വായിച്ചു തന്നിട്ട് അതായി മാപ്പ് ചതിക്കുകയും ചെയ്ത് ഞാനിനി ആരോട് ചോദിക്കാൻ? ചേട്ടാ, ഹലോ ചേട്ടാ. എന്താ? എന്താ കുട്ടി? എന്താ ഈ ബാഗൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത്? എന്താ കാര്യം? എന്താ? അത് പിന്നെ ചേട്ടാ, ഇവിടെ ആയിരവല്ലി തറവാട് എവിടെയാ? എനിക്ക് അവിടേക്ക് പോകണമായിരുന്നു. അതിനുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? ആയിരവല്ലി തറവാടോ? കുട്ടിക്ക് എന്തിനാ അങ്ങോട്ട് പോകേണ്ടത്? ശരി, എന്തായാലും വാ, ഞാൻ കാണിച്ചു തരാം വഴി. നടക്ക്.
ആ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടുത്തെ കുട്ടിയാ. സോ അങ്ങനെ കാണാനാ. ചേട്ടൻ എവിടെയാ? അവിടുത്തെ ജോലിക്കാരനെ വല്ലയാണോ? ജോലി ചെയ്യുന്ന ആരെങ്കിലും വല്ല? ജോലിക്കാരനോ? എന്താ വെച്ചേ? മരകെ നടക്കുന്നെങ്കിൽ നടന്ന് വാടി. ജോലിക്കാര ഞാൻ അടുത്ത കുട്ടിയാ ചേട്ടാ. അവള് നടന്നു വാ. വെള്ളപ്പാറ്റ വന്നപ്പോ ജോലിക്കൂടെ അവളെ അമ്മൂമ്മേരെ പ്രശ്ന ഉണ്ടാരടാണ്. അവളെ എൻ്റെ അമ്മൂത്തോ ജോലിക്കാരൻ വിളിച്ചില്ലേ. വരുന്നുണ്ടോ? എന്നാ വാ, ഞാൻ കാണിച്ചു തരാം സ്ഥലം. സോറി ചേട്ടാ, ഞാൻ അറിയാണ്ട് ഒരു പറഞ്ഞതാ. ചേട്ടാ നടന്നോ, ഞാൻ ഈ പെട്ടിയൊക്കെ എടുത്തിട്ട് വരണ്ടേ? എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാന്നെങ്കിൽ ഒന്ന് കാറ്. എടി എൻ്റെ പട്ടി ഏൽപ്പിക്കുക. നടന്നു വാടി. എന്നെ ജോലിക്കാരൻ വിളിച്ചല്ലേ. നടന്നു പോവാ. ഓ അവളെൻ്റെ കൈ കഴിഞ്ഞ അവളെ പച്ചയെ കത്തിക്കും. ഒരു വണ്ടി പോലും വിട്ടില്ല പുല്ലത്തി. ഹലോ, അവിടെ കിടന്ന് പെറുപെറുക്കാന്നാണോ അതോ വരുന്നുണ്ടെങ്കിൽ വാടാവും? മനുഷ്യന്റെ സമയം എനിക്കടുത്ത വാടാ ഇങ്ങോട്ട്. അയ്യോ എൻ്റെ പൊന്നേട്ടാ പോവല്ലേ, ഞാനിവിടെ വരുന്നു. ശരി, എന്താ നടന്നോ നടന്നോ. ഇത് കുറെ നേരമായല്ലോ കൊച്ചേ. ആര് വരുമെന്നും പറഞ്ഞ നീ വെയിലത്ത് പിടിച്ച് ഞങ്ങളിവിടെ ഇരുത്തിയിരിക്കുന്നത്? ആരാടി? അതൊക്കെ ഉണ്ടേച്ചി, ഒരു അടിപൊളി സാധനം ഓൺ ദ വേയാ. വരട്ടെ, എന്നിട്ടാണ് കാണാം. എവിടെ സാധനോ? ആരാടി? ഇനി അവരൊന്നും ഒരിക്കത്തില്ല. ഒന്ന് പറയടി ഭ്രാന്തി, ആരാ? ഇടി വരും, ഓൺ ദ വേയാ. വരുമ്പോ കണ്ടാ മതി. നിന്റെ എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ, സർപ്രൈസ് ആയിട്ട്. Yes, long time no see. Come here. അയ്യോ, വന്നേ 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 വന്നേ. അമ്മു വന്നേ 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 വന്നേ. നിർത്തടി, അമ്മു അവളാ. നിന്റെ തല ഞാൻ അടിച്ചു പൊടിക്കും കുക്കി. അവള് പട്ടിക്കാടിന്റെ കുറെ ലൊക്കേഷൻ വെച്ചത് ഞാൻ ഈ കാട് മൊത്തം കാണാൻ ചുറ്റി. ഈ ചേട്ടൻ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? എന്റെ കഷ്ടകാലമായിരുന്നു. ആ ഒരു പെട്ടി അങ്ങ് പിടിച്ച ബസ് സ്റ്റോപ്പ് ആയിരുന്നു, കുറച്ച് നടന്നാൽ മതി മുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഊപ്പാട് വഞ്ചി വന്നടി നടന്നെൻ്റെ. ഇനി നീ ഇതുപോലത്തെ പട്ടിക്കാട്ടി വീടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ചെവി. സോറി 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 സോറി. എൻ്റെ പൊന്നുമോൾ എന്തായാലും വീട്ടിലേക്ക് കയറി. ഞാൻ അറിഞ്ഞു നീ ഇത്രയും മന്ദബുദ്ധിയാണെന്ന്. കുഴപ്പമില്ല, എന്തായാലും ചേട്ടാ ഒത്തിരി ഒന്നുണ്ട് കേട്ടോ, മറക്കില്ല. അതൊന്നും കുഴപ്പമില്ല മോളെ. എന്തായാലും എന്താ ഈ സാധനത്തിനെ കൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചൂട്ടി കൊണ്ട് നിർത്ത്. ആ തലയിലെ കെട്ടഴം കെട്ട്. എന്റെ ചെവി കേട്ട നിന്റെ അമ്മൂമ്മേരെ മാപ്പിള ഇപ്പോഴാണ്. എന്നാ മക്കളെ, ഞാൻ റൂമിലോട്ട് പോവാണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയോ? ഓക്കെ ഓക്കെ ചേട്ടാ, കേടാൻ വെക്കോ. എന്തായാലും എൻ്റെ പൊന്നുമോളെ ഇങ്ങ് വാ. എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ എൻഗേജ്മെന്റ് സർപ്രൈസ്? എങ്ങനെ ഉണ്ടടി? അത് പറഞ്ഞപ്പോഴാ മോളെ അനു ഹാപ്പി എൻഗേജ്മെന്റ് അങ്ങനെ എന്തോ കണ്ടല്ലേ. എൻഗേജ്മെന്റ് ഒക്കെ അടുത്ത് തൊടുത്തിട്ടുണ്ട്. പൊളിക്ക് പൊളിക്ക് പോടന്ന് പറഞ്ഞേ നാളാവുന്ന. എന്താണ് എന്നെ അറിയോ അമ്മൂസിന്? ഇതാണോ നിങ്ങൾ പറഞ്ഞ താര ചേച്ചി? അയ്യോ എന്ന സുന്ദരിയാണ് ചേച്ചി. പിന്നെ ഇതൊക്കെ എന്ത് ലുക്കാണ് ഇതൊക്കെ? നീ കാണാൻ കിടക്കുന്നേ ഉള്ള തറവാടോടെ കേറടി. പോ അങ്ങോട്ട്. അപ്പോൾ സ്ഥിര പരിപാടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിള്ളേരെ വിളിക്കാം. ചെസ് നമ്പർ 1 ഓൺ ദ സ്റ്റേജ്. അപ്പൊ ദേവൂട്ടനോടും പിന്നെ തേക്കുകിനോടും പറയാൻ പറഞ്ഞൊരു ഒത്താണ് ഞാൻ പറയണത്. മൃദുല MC, കിരണ്യ, വിദ്യ, സന, ഇഫ, ഐശ്വര്യ, വിജില, ശ്രീകീർത്തി, ചിന്നു. ആരെങ്കിലും പേരിനി പറയാൻ മറന്നോന്നറിയില്ല. ഇത്രയും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും നിങ്ങളുടെ വക ഹായ്. ഓക്കെ, അപ്പോൾ ചെസ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. ചെസ് നമ്പർ 2 ഞാൻ തന്നെയാണ്. പിന്നെ ഒരു കൊച്ചു അസ്ഥാനത്ത് പറഞ്ഞു എൻ്റെ ജീവിതം. അപ്പോൾ ജിനുവിനോട് പറഞ്ഞു മേരിമീ എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ജിനു മേരിമീക്ക 2 ആഴ്ച എൻ്റെ കല്യാണം. ബായ് കൊണ്ട് അടുത്ത നമ്മുടെ വകെ. അതെ, ഇപ്പൊ ഹ്യൂമൻ കൊണ്ട് ഹൈ പറയിപ്പിക്കാൻ പറഞ്ഞു. ഹായ്. മതി. ചെസ് നമ്പർ 3 ഓൺ ദി സ്റ്റേജ്. ഞാനിത് ഗേൾസ്, എനിക്കിന്ന് വളരെ കുറച്ചൊരു കൊച്ചങ്ങോട്ട് എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ളൂ. ഹാദിയ ആൻഡ് മൃദുല MC.
ഇത് രണ്ടു മക്കൾക്കും ഹായ് ബൈ.